നമുക്ക് ലേബൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലേബൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ഒരുപാട് ലേബൽസുകളുണ്ട്, അതായത് 20 ലേബൽസ് വരെ നമുക്ക് കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് എത്രത്തോളം ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്യാനുണ്ടോ അത്രത്തോളം ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ അത്രത്തോളം മെമ്പേഴ്സിനെ നമുക്കത് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ലേബൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, അവരെയൊന്നും മിസ്സായി പോരുത്. ഇപ്പം എല്ലാവർക്കും മെസ്സേജ് എത്തിക്കണം അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പ്സിനും നിങ്ങൾക്ക് നർച്ചറിങ് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് എല്ലാം കഴിയുമ്പം എവിടെയെങ്കിലും നമ്മൾ മിസ്സായി പോകും. അപ്പോൾ നമുക്ക് ഈ ലേബൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഗ്രൂപ്പ്സിനെ നമുക്ക് ലേബൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഏത് ഗ്രൂപ്പിലാണ് മിസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി ഏത് ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്യേണ്ടത്, അങ്ങനെ നോക്കിയിട്ട് നമുക്കതിൽ കൊടുക്കാൻ പറ്റും. ഇനി നമുക്കിവിടെ ഒരു ബ്രോഡ്കാസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഒന്ന് ലേബൽ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രോഡ്കാസ്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം ടോപ്പിലായിട്ട് നമുക്ക് ആ ഒരു ലേബലിൻ്റെ സിമ്പിൾ ഉണ്ടായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് നമുക്ക് ലേബൽ ചെയ്യേണ്ടത് അതിനെ അവിടെ നമുക്ക് കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പുതിയ ലേബൽ നെയിം ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പം എൻ്റെ ജാനുവരി ഫുൾ ബാച്ചസിനെയും ഞാൻ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ലേബൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമുക്ക് മിസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. വാട്സപ്പിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും ബ്രോഡ്കാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലേബൽ ചെയ്യാനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും.